കുമാരാ, ആ കണ്ണിലൊഴിക്കണം മരുന്നിനെടുത്തോ. ആരും എന്റെ കുട്ടിയെ വിഷമിപ്പിക്കരുത്. ഒഴിച്ചേരട്ടെ. വേണ്ട, തിരുമേനെ ഒന്ന് കാണണം. എന്നിട്ട് അധികം വയ്യാതെ ഞങ്ങളങ്ങ് ഇറങ്ങും. ആകരുതേ, വരിക. ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യം വരൂ? 2 ദിവസം ഞാനിവിടെ നിന്നോട്ടെ. എന്തിന്? ഈ കാൽക്കലിരുന്ന് നാരായണ നാമം ചൊല്ലാന്. വേണ്ട, അതിന് അമ്പലമുണ്ട്, പോയിക്കോളൂ. കഷായം. തിരുമേനി വരുന്നുണ്ട്. ഇരുന്നോളൂ, ഇരുന്നോളൂ. എങ്ങനെയുണ്ട് വേദന? ഇത്തിരി കുറവുണ്ട്. വിശാഖ നക്ഷത്രന്നല്ലേ പറഞ്ഞത്? അതെ. തുലാക്കൂറാവണം. ദശ വളരെ മോശ. രാജകൊട്ടാരത്തിൽ ജനിച്ച് കാരാഗ്രഹത്തിൽ ജീവിക്കുക. ചുറ്റും ബന്ധുജനങ്ങൾ ഉണ്ടായിട്ടും അനാഥനായിരുന്നു നിലവിളിക്കുക. ആകപ്പാട് ഒരു അപകട ജാതക ദേവന്റേത്. ഭയപ്പെടണ്ട. ഈശ്വര വിചാരം എല്ലാറ്റിനും ഒരു പരിഹാര. ഒട്ടും ഭയമില്ല. ചിരോരേഖയ്ക്ക് മുന്നിൽ നടക്കാമെന്ന മിഥ്യാധാരണയുമില്ല. മറ്റൊരു നിർഭാഗ്യ ജാതകം. ദേവന് ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുന്നുണ്ടോ? ഉണ്ടാവും. ചിട്ടയിലും അച്ചടക്കെട്ടിലും ഒക്കെ ജീവിച്ച് പരിചയമില്ലാത്ത ആളല്ലേ. ഇങ്ങനെ കെട്ടിപ്പൂട്ടിയിരിക്കണമെന്നൊന്നുമില്ല. വല്ലപ്പോഴും ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം. നിനക്കും ആവാം ഇത്രയും സ്വാതന്ത്ര്യം. വല്ലതും ഒക്കെ പറയാൻ ഒരാളായില്ലോ. ജനിച്ച് കാരാഗ്രഹത്തിൽ ജീവിക്കുക, ചുറ്റും ബന്ധുജനങ്ങൾ ഉണ്ടായിട്ടും അനാഥനായി നിന്ന് നിലവിളിക്കുക ഒക്കെ കേട്ടപ്പോ മുത്തശ്ശൻ എന്റെ ജാതകം വായിക്കുകയാണോ എന്ന് തോന്നിപ്പോയി. ആദ്യം ഒരു അപസ്മാരത്തിലെ ലക്ഷണമായിട്ടാ തോന്നിയത്.